എല്ലാവർക്കും നമസ്കാരം. കാറ്റഗറി 1 and 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കൃഷി എന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൃഷി എന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. കേരളത്തിലെ മുഖ്യ ആഹാരമാണ് അരി. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് ആവശ്യ മൂലകങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം, എന്താണ് ഭക്ഷ്യസുരക്ഷ? എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. കേരളത്തിലെ മുഖ്യ ആഹാരം അരിയാണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആവശ്യ മൂലകങ്ങളെന്നാണ്. ആവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ. ആവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ. ആവശ്യ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭിക്കുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ആവശ്യ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായും ലഭിക്കുന്നത്. സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം എന്നിവ സസ്യത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ജലത്തിൻ്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഘടകങ്ങളായി വരുന്ന നിയന്ത്രിത ചരങ്ങളാണ് സൂര്യപ്രകാശം. വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം. സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിൻ്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഘടകങ്ങളായി വരുന്ന നിയന്ത്രിത ചരങ്ങളാണ് സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് പരുത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്തത് എന്താണ് സങ്കര ഇനം സസ്യങ്ങൾ എന്നാണ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. വർഗസങ്കരണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര ഇനം സസ്യങ്ങൾ അവയുടെ മാതൃപ്രതി സസ്യങ്ങളെക്കാൾ ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന പ്രതിഭാസമാണ് ഹൈബ്രിഡ് വിഗർ എന്ന് പറയുന്നത്. വർഗസങ്കരണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സങ്കരയിനം സസ്യങ്ങൾ അവയുടെ മാതൃപ്രതി സസ്യത്തേക്കാൾ ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്ന പ്രതിഭാസമാണ് ഹൈബ്രിഡ് വിഗർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും നല്ല ഗുണങ്ങളോടുകൂടിയ സസ്യങ്ങളിൽ നിന്നുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നിർധാരണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഗുണങ്ങളോടുകൂടിയ സസ്യങ്ങളിൽ നിന്നുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നിർധാരണം. മലയൻ ഡാർഫ്, കൊച്ചിൻ ചൈന എന്നിവ ഏത് തരം വിളകളാണ്? തെങ്ങ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയാണ് ക്യാബേജ്. ചില സങ്കരയിന തെങ്ങുകൾ നോക്കാം. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച്, അതായത് T/D. ചന്ദ്രശങ്കര D/T. ലക്ഷ്യഗംഗ T/D. ലക്ഷ്യഗംഗയാണ് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗാബോധം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പ്രചരിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. BT വഴുതന നിരോധിക്കുക എന്ന അഭിപ്രായം വരാൻ കാരണം ജനിതക വൈകല്യത്തിന് കാരണമാകുന്നതുകൊണ്ടാണ് BT വഴുതന നിരോധിക്കണം എന്ന അഭിപ്രായം വരാൻ കാരണം. പരാത സസ്യങ്ങൾ. പൂർണ്ണപരാതങ്ങൾ മൂടില്ലാത്താളി, അർദ്ധപരാതങ്ങൾ ഇത്തിൽ ചെടി, ചന്ദനം. ശവോപജീവിയാണ് മോണോട്രോപ്പ നിയോട്ടയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ശവോപജീവികൾക്ക് ഉദാഹരണം മോണോട്രോപ്പ നിയോട്ടിയ. നൈട്രജൻ സ്ഥിരീകരണം. അന്തരീക്ഷ നൈട്രജനെ സ്വീകരിച്ച് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ പാകത്തിന് നൈട്രേറ്റുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ സ്ഥിരീകരണം. അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിച്ച് സസ്യങ്ങൾ ആഗിരണം ചെയ്യാൻ പാകത്തിന് നൈട്രേറ്റുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയുന്നത്.
മാംസ്യത്തിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകങ്ങളിലൊന്നാണ് നൈട്രജൻ. സ്വതന്ത്ര നൈട്രജനെ മണ്ണിലെ നൈട്രേറ്റാക്കി മാറ്റുന്നത് പ്രധാനമായും 2 രീതികളാണ്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളുടെയും ഇടിമിന്നൽ, കോസ്മിക് വികിരണങ്ങൾ എന്നിവയിലൂടെയും. പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ മൂലാർബുദങ്ങളിൽ ജീവിക്കുകയും നൈട്രജൻ സ്ഥിരീകരണം നടത്തുകയും ചെയ്യുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈബോസോബിയം. നൈട്രജൻ സ്ഥിരീകരണം നടത്തുകയും ചെയ്യുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈബോസോബിയം. പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഈ താഴെഭാഗത്ത്, അത് ശ്രദ്ധിച്ചാൽ മതി, പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ താഴെഭാഗത്ത് ഉണ്ട പോലെ കാണപ്പെടുന്നത് അതാണ് ഈ സംഭവം, റൈബോസോബിയം. ഇനി അടുത്തത്, സ്വതന്ത്രമായി മണ്ണിൽ ജീവിക്കുകയും അന്തരീക്ഷ നൈട്രജനെ സംയുക്തങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടീരിയ അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത്. സ്വതന്ത്രമായി മണ്ണിൽ ജീവിക്കുകയും അന്തരീക്ഷ നൈട്രജനെ സംയുക്തങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത്. നൈട്രജൻ സ്ഥിരീകരണം നടത്തുകയും ചെയ്യുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈബോസോബിയം എന്ന് പറയുന്നത്. ഇത് സ്വതന്ത്രമായി മണ്ണിൽ ജീവിക്കുകയും അന്തരീക്ഷ നൈട്രജനെ സംയുക്തങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നതിനായി ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നതിനായി ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള. മണ്ണിൽ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയർ. ഇടിമിന്നലുണ്ടാകുമ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡുകൾ രൂപീകൃതമാകുകയും മഴവെള്ളത്തിൽ കൂടി മണ്ണിലെത്തുകയും നൈട്രേറ്റുകളാക്കി മാറുകയും ചെയ്യുന്നു. മണ്ണിലെ ചില നൈട്രിഫയിങ് ബാക്ടീരിയകൾ അമോണിയ സംയുക്തങ്ങളെ ഓക്സീകരിച്ച് നൈട്രേറ്റുകളാക്കുകയും പിന്നീട് നൈട്രേറ്റുകളായി മാറുന്ന പ്രക്രിയയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൈട്രോഫയിങ് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് നൈട്രോമോണസ്, നൈട്രോബാക്ടർ. സസ്യങ്ങളും ജന്തുക്കളും മൃതമാകുമ്പോൾ അവയുടെ നൈട്രോജനിക് മൃതാവശിഷ്ടങ്ങളിന്മേൽ വിഘാടകർ പ്രവർത്തിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സസ്യങ്ങളും ജന്തുക്കളും മൃതമാകുമ്പോൾ അവയുടെ നൈട്രോജനിക് മൃതാവശിഷ്ടങ്ങളിൽ വിഘാടകർ പ്രവർത്തിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീനൈട്രിഫയിങ് ബാക്ടീരിയകൾ നൈട്രജൻ സംയുക്തങ്ങളെ വിഘടിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീനൈട്രിഫയിങ് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. ജന്തുക്കളും നൈട്രോജനിക് വിസർജ്യ വസ്തുക്കളായ അമോണിയ, യൂറിക് ആസിഡ്, യൂറിയ എന്നിവ വിഘടിക്കുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ